ഈ കൊച്ചി എങ്ങനെ വളരുമടി? തന്ത ആരെന്ന് പറയും, താനെന്ന് തന്നെ പറയും. പിന്നെ ഞാനങ്ങ് കൊച്ചിൻ്റെ തന്തയായിട്ടങ്ങ് ഏൽക്കുകയും ചെയ്യും. ചില ലീലാവിലാസങ്ങളുടെ വോയിസ് ക്ലിപ്പുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ നേതാവിൻ്റെ വാക്കുകളാണ്. രാഹുലിൻ്റെ പെൺസുഹൃത്തുക്കൾ, അല്ല ചില കാമുകിമാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പലയിടങ്ങളിലായി ഓരോരുത്തരെയും പ്ലേസ് ചെയ്ത രാഹുലിനെ വെട്ടാൻ ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഒരു പെൺപട തന്നെ ഇറങ്ങിയിരിക്കുന്നു. ഊഹാപോഹങ്ങളൊക്കെ മറന്നീക്കി ചാറ്റ് തെളിവുകൾ സഹിതമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വരുന്ന തെളിവുകളിലൊക്കെ ക്രൂര പീഡനം എന്ന് പറയാനും ആകില്ല. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് സൗഹൃദം സ്ഥാപിച്ചു. ഇഷ്ടം വേണ്ട എന്ന് പറഞ്ഞ് മാറിപ്പോയവരെ രാഹുൽ പിടിച്ചു നിർത്തി. എൻ്റേതെന്ന് മാത്രം കണ്ടെടുത്ത് ഇപ്പോൾ പലരും വന്നു. ഏതായാലും ആരാധികമാരെ ഇതൊക്കെയായിരിക്കാൻ ചൊടിപ്പിച്ചത്. വേടനും ഇപ്പോൾ ഇത്തരത്തിൽ ചില ആരാധികമാരുടെ ഈ പെൺപടകളുടെ ചില കോപങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ വേടൻ കഴിഞ്ഞ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പെണ്ണു പിടിയനാണ് എന്നുള്ള പേരിലേക്ക് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ്. ഏതായാലും കരിങ്കോഴി എന്നുള്ള വിളിപ്പേരിൽ രാഹുൽ മാങ്കൂട്ടം MLA മാറിയോ എന്നൊരു സംശയം. നിരവധി പെൺകുട്ടികൾക്ക് ഒരേപോലെ ജീവിതം എന്ന സ്വപ്നം നൽകി അവരെ ചൂഷണം ചെയ്തതാണെങ്കിൽ രാഹുലെ, നിന്റെ രാഷ്ട്രീയ ഭാവിക്കപ്പുറം നിന്റെ സ്വകാര്യ ജീവിതവും സ്വാഹ എന്ന് പറയാനേ കഴിയൂ. അതല്ല എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് സൗഹൃദം സ്ഥാപിച്ചതെങ്കിൽ തൽക്കാലം നൈസായി അങ്ങ് രക്ഷപ്പെടാം. എന്നാലും കോൺഗ്രസിന് തന്നെയാണല്ലോ ഇത്തരം മാരണങ്ങൾ വന്നുപെടുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ തല കുനിക്കേണ്ടി വരികയാണ് മുതിർന്ന നേതാക്കൾ. യുവ നേതാവിൻ്റെ ഈ ഒരു ലീലാവിലാസങ്ങൾ കാരണം കോൺഗ്രസ് മുഴുവനുമായി വെട്ടിലായിരിക്കുകയാണ് എന്ന് സാരം. ആദ്യമെല്ലാം ഊഹാപോഹത്തിൽ ചില മാധ്യമങ്ങൾ വന്നെങ്കിലും പിന്നീട് യുവനടി മാധ്യമ പ്രവർത്തകയുമായ റിനി ആൻഡ് ജോർജ് രംഗത്തെത്തുകയായിരുന്നു. അത് പീഡനം എന്നുള്ള രീതിയിൽ അല്ലെങ്കിലും യുവ നേതാവ് എന്ന് മാത്രമാണ് റിനി പറഞ്ഞത്. എന്നാൽ ഇന്ന് സ്ഥിതി വഷളായിരിക്കുകയാണ്. ഗർഭചിത്രം ആവശ്യപ്പെട്ടതുൾപ്പെടെയുള്ള ഒരു പെൺകുട്ടിയുമായി സംസാരിക്കുന്ന വീഡിയോ ചാറ്റുകൾ ഉൾപ്പെടെ ഇപ്പോൾ രാഹുലിനെ വെട്ടിലാക്കി. മറ്റൊരു ചാറ്റ് ഇങ്ങനെയാണ്: കുഞ്ഞനിയൻ്റെ കുഞ്ഞു തമാശ എന്ന യുവതിയുടെ മെസ്സേജിന് അയ്യേ ഞാൻ അനിയനൊന്നുമല്ല എന്ന് രാഹുലിൻ്റെ മറുപടി. താൻ മുടിഞ്ഞ ഗ്ലാമർ അല്ലേ എന്ന് രാഹുൽ പറയുമ്പോൾ അത് നേരിട്ട് കാണാത്തത് കൊണ്ടെന്ന് യുവതി. നാച്ചുറൽ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്, താൻ പൊളിയാണ് എന്നായിരുന്നു തിരിച്ചു മറുപടി. ജാടക്കാരി, സൗന്ദര്യമുള്ളതിൻ്റെ ജാട എന്ന് രാഹുൽ പറയുമ്പോൾ ആ സ്ത്രീ അയ്യേ എന്ന് മറുപടി നൽകുന്നുണ്ട്. എന്തയ്യേ, ഞാൻ വൃത്തികേടൊന്നും പറഞ്ഞില്ലല്ലോ, സുന്ദരിമാർ എല്ലാം ഇങ്ങനെയാണ് എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മറുപടി. താൻ ഭയങ്കര ജാടയാണല്ലോ, ഞാൻ എത്ര ദിവസമായിട്ട് നമ്പർ ചോദിക്കുക. ഈ ചാറ്റിൽ ആ കുഞ്ഞനുജനായി കണ്ടത് ആരാണെന്ന് ഇന്നും അറിയില്ല. ഏതായാലും ഈ ചാറ്റിൽ രാഹുൽ ഒന്ന് നൈസായി രക്ഷപ്പെട്ടിട്ടുണ്ട്. വലിയ അശ്ലീല ചുവയുള്ള വാക്കുകളോ ലൈംഗിക ചുവയുള്ള വാക്കുകളോ ഒന്നും ഇതിനകത്തില്ല. സൗന്ദര്യത്തെ ഒന്ന് പ്രകീർത്തിച്ചിട്ടല്ല ഉള്ളൂ. രാഹുലിന് അതെന്തായാലും ഒരു രക്ഷപ്പെടലായി. ഏതായാലും ആരെയും രാഹുൽ വെറുതെ വിട്ടിട്ടില്ല എന്നുള്ളതാണ് വരുന്ന വസ്തുത. എന്നാൽ രാഹുലിനെതിരെയുള്ള വലിയ ഗൂഢാലോചന ഭാഗമാണോ എന്നും പലരും സംശയിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഒരു രാഷ്ട്രീയ നേതാവിന് ചേരുന്ന പ്രവർത്തനങ്ങൾ അല്ല രാഹുൽ എന്ന യുവ നേതാവ് ചെയ്തിട്ടുള്ളത്. ആരോപണങ്ങൾ പുറത്തു വരും മുൻപേ രാഹുലിനെതിരെ AICCക്ക് പരാതികൾ കിട്ടിയിരുന്നെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. പരാതികളുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നീക്കം. രാഹുലിനെതിരെ AICCക്ക് 9-ലധികം പരാതികൾ ലഭിച്ചിട്ടുണ്ടത്രേ. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല. എന്നാൽ പേരെടുത്തു പറയാത്ത ആരോപണങ്ങളുടെ പേരിൽ എന്തിനാണ് നടപടി എന്ന മറുചോദ്യവും ഉയർന്നുണ്ട്. സൈബർ ഇടത്തിലെയും ചാനൽ ചർച്ചകളിലെയും തീപ്പൊരി നേതാവായതുകൊണ്ട് തന്നെ രാഹുലിനെതിരായ ആരോപണം CPM അത് പരമാവധി മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് മുൻകാലങ്ങളിലേതുപോലെ രാഹുലിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ കുറവാണ് എന്നുള്ളതാണ് സത്യം. പ്രമുഖ യുവ കോൺഗ്രസ് നേതാവിൽ നിന്നുണ്ടായ മോശമായ അനുഭവം തുറന്നു പറഞ്ഞ മാധ്യമപ്രവർത്തകയും നടിയുമായ റിനി ആൻഡ് ജോർജ് ഇന്നലെ പറഞ്ഞത് നേതാവിൻ്റെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇയാളിൽ നിന്നും വലിയ പ്രശ്നങ്ങൾ നേരിട്ട പെൺകുട്ടികൾ പ്രതികരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത് തുറന്നു പറയുന്നതെന്നുമാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ ഇയാളെക്കുറിച്ച് പല ആരോപണങ്ങളും വരുന്നു. ഈ സാഹചര്യത്തിലാണ് തുറന്നു പറയാം എന്ന തീരുമാനമെടുത്തത്. പ്രതിപക്ഷ നേതാവ് തനിക്ക് പിതൃതുല്യനാണ്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരോട് കാര്യം പറഞ്ഞിരുന്നു.
പരാതിയായി ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ പല വിഗ്രഹങ്ങൾ ഉടഞ്ഞു പോവുകയായിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവിനോട് പരാതി പറഞ്ഞപ്പോൾ അത് അവൻ്റെ മിടുക്ക് എന്ന് പറഞ്ഞുവെന്നും റിനി പറയുന്നു. ഹൂ കെയർ എന്നാണ് അയാളുടെ മനോഭാവം. നേതാവിനെ സമൂഹ മാധ്യമത്തിലൂടെയാണ് പരിചയപ്പെട്ട ഉടനെ തന്നെ മോശം പെരുമാറ്റമുണ്ടായി. 5 സ്റ്റാർ ഹോട്ടലിൽ മുറിയെടുക്കാം വരണമെന്ന് ആവശ്യപ്പെട്ടെന്നും മാധ്യമപ്രവർത്തക അങ്ങ് വെളിപ്പെടുത്തി. അപ്പോൾ തന്നെ പ്രതികരിച്ചുവെന്നും റിനി പറഞ്ഞു. ഇതിനുശേഷം കുറച്ചു നാളത്തേക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലെന്നും എന്നാൽ പിന്നീട് അശ്ലീല സന്ദേശം അയക്കുന്നത് തുടരുകയാണ് ചെയ്തതെന്നും ഈ വെളിപ്പെടുത്തലിലുണ്ട്. ഏതായാലും പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കൾക്കെതിരെ ആരോപണം ഉയർന്നാൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. ആരോപണം ഉന്നയിച്ച പെൺകുട്ടി റിനി മകളെ പോലെയാണെന്നും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ല, എത്ര വലിയ നേതാവാണെങ്കിലും നടപടിയെടുക്കുമെന്നും വി ഡി സതീശൻ ഇപ്പോൾ ഉറപ്പിക്കുന്നുണ്ട്. ഒപ്പം രാഹുലിനെ മുതിർന്ന നേതാക്കൾ രമേശ് ചെന്നിത്തല അടക്കം പലരും കൈവിട്ടു എന്നാണ് പറയുന്നത്. വി ഡി സതീശൻ ചിലതുകൂടി പറയുന്നുണ്ട്. ഒരു മെസ്സേജ് അയച്ചാൽ തൂക്കിക്കൊല്ലാൻ കഴിയില്ലെന്നും വ്യക്തിപരമായി ഒരാളും പരാതി പറഞ്ഞിട്ടില്ലെന്നും സതീശൻ പറയുന്നുണ്ട്. ഗൗരവമുള്ള പരാതി ഇപ്പോഴാണ് വന്നത്. പരാതി പാർട്ടി പരിശോധിക്കും, നടപടിക്ക് മുൻകൈയെടുക്കും. മുമ്പിൽ വന്ന പരാതിയുടെ ഗൗരവം അനുസരിച്ച് നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. കോൺഗ്രസിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഗൗരവത്തോടുള്ള പരാതി വരുന്നത് ഇപ്പോഴാണ്. തന്നെ കൂടി ഇരയാക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിച്ചതെന്നും വി ഡി സതീശൻ പറഞ്ഞു. ആരോപണ വിധേയന് പറയാനുള്ളത് കൂടി കേട്ടിട്ട് തന്നെ നടപടിയെടുക്കുന്നതിന് പാർട്ടിയിൽ ഒരു നടപടിക്രമമുണ്ട്. പരാതിയുടെ ഗൗരവം നോക്കും, ആരോപണ വിധേയന് പറയാനുള്ളത് കേൾക്കുമെന്നും ശേഷമായിരിക്കും നടപടിയെടുക്കുന്നതെന്നും വി ഡി സതീശൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ഈ ആരോപണം ശരിയല്ലെങ്കിൽ രാഹുൽ വിശദീകരിക്കണമെന്നും കൂടുതൽ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും സത്യം എന്താണ് എന്നുള്ളത് ഇപ്പോൾ പരസ്യമായി. ഇനി കൂടുതൽ പ്രതികരിച്ച് കുളമാക്കേണ്ട എന്ന് രാഹുലിന് തന്നെ തോന്നിയിട്ടുണ്ടാകാം. ഏതായാലും അതിവേഗം വളർന്ന ഒരു വൻ വൃക്ഷം കടപുഴകി എന്ന് സാരം.